ദിവസം മുൻപ് വല്ലാതെ വയലന്റ് ആയിരുന്നു സുരേഷ് ഗോപി. മാധ്യമങ്ങളോടൊക്കെ വല്ലാത്ത ദേഷ്യം, മൊത്തം അസഹിഷ്ണുത. സുരേഷ് ഗോപിയുടെ ഉള്ളിലെ സിനിമാ നടൻ അടിക്കടി ഉണരുന്നതായി പരക്കെ കാണപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ മന്ത്രി ഗണേഷ് കുമാർ പറയുമ്പോഴാണ് കാര്യങ്ങൾ ഇത്രയും സീരിയസ് ആണ് ശരിക്കും മനസ്സിലാകുന്നത്. 2024 വാർത്താ താരമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. അഭിപ്രായ വോട്ടെടുപ്പിൽ ഒന്നാമതെത്തിയാണ് സുരേഷ് ഗോപി മനോരമ ന്യൂസ് മേക്കർ 2024 പുരസ്കാരത്തിന് അർഹനായത്. മറ്റു പ്രചാരണങ്ങളിൽ വഴിപ്പെടാതെ പ്രേക്ഷകർ തന്നോട് കാട്ടിയ സ്നേഹത്തിന്റെ ഫലമാണ് പുരസ്കാരമെന്നും അവരോട് നന്ദിയുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. നന്നായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രന്റെ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ എപ്പോഴും ഒരു SP യുടെ തൊപ്പി ഉണ്ടാവും. മനസ്സിലായി? കാറിന്റെ പുറയിലേ, കാറിന്റെ ഗ്ലാസ്സില്ലേ, ഗ്ലാസ്സിനൂടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിന് SP മാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിട്ട് ഇങ്ങനെ പുറകെ വെച്ച് അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കുറെ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു SP യുടെ IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിന്റെ പുറകെ ഷീറ്റിന്റെ പുറകിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതാ നിന്റെ വിഷമം? അല്ല, പിന്നെ അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത്. അതിക്കുള്ള എന്ത് പറയാനാണ് അല്ല, ഇത് ഞാൻ പറഞ്ഞതല്ലേ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ആക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്. ഞാൻ സംവിധായകനല്ലല്ലോ കട്ട് പറയാൻ. ആക്ഷനും റിയാക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്. നമ്മൾ കട്ട് പറയാൻ സംവിധായകനല്ല. ഓർമ്മയുണ്ടോടാ ഈ മുഖം? കമ്മീഷണർ ഇട്ട ആ തൊപ്പി മാത്രം എന്റെ കയ്യിലില്ല. കാരണം അത് ഞാൻ രണ്ടാം അമ്മയും അച്ഛനും കൂടെ അടിച്ച് രോഗിയാക്കിയ ഒരു കുഞ്ഞില്ലേ തൊടുപുഴയിൽ, അവൻ കാണാൻ പോയപ്പോ അവന്റെ തലയിൽ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം വെട്ടിവിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അയാളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലുള്ള പരമ നാറുകൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല, ഓർത്തോ. ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.